Hello guys, welcome back to our channel. It's me BLYT. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മളൊരു ബസ് ഓടിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ബസ് എടുപ്പുണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ബോയിലിയയിലാണ് എൻ്റെ വീട്. എന്തായാലും അപ്പുറത്തോട്ടൊന്ന് കിടക്കട്ടെ, എന്നിട്ട് ബാക്കി നമ്മൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വണ്ടിയായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ബ്യൂട്ടിയാണ് വണ്ടി. നമ്മുടെ ചേട്ടൻ കൊല്ലത്തുള്ളതാണ്. നമ്മുടെ ചേട്ടൻ ഒരു ഓട്ടോ ഉണ്ട്. ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാം പോയിരിക്കുക, അതുകൊണ്ട് ഒരു ഓട്ടോ ഉണ്ട്, എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്നിരിക്കുകയാണോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. രണ്ട് വീടുണ്ട്, ഒന്ന് എൻ്റേതും ഒന്ന് അനിയൻ്റേതുമാണ്. ഇത് നമുക്ക് വാടകയ്ക്കെടുത്ത വണ്ടി കേട്ടോ. ഒരു പുതിയ വണ്ടി എടുക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു പുതിയ വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് അവിടുന്ന് വണ്ടി എടുക്കാം. ഓക്കെ, നമ്മൾ നേരെ പോവാണ്. പ്രത്യേകം കാരണം വെച്ചാൽ ഈ മതിൽ നമുക്ക് നടക്കണം, കാരണം നമ്മുടെ വണ്ടിയുണ്ട്. ഞാൻ ഏത് ബസ് കൊണ്ടുവന്നാലും എവിടെയെങ്കിലും ഒന്ന് മുട്ടും, പക്ഷെ നമ്മൾ മുട്ടാത്ത രീതിയിൽ എടുക്കും, അത് വേറെ കാര്യം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു ചെറിയൊരു ട്രിപ്പായിട്ടാണ്. ചെറിയൊരു ട്രിപ്പ്. നമ്മുടെ വണ്ടി ഇറങ്ങുമോ, എനിക്കൊരു പേടിയുണ്ട്. നമ്മുടെ വണ്ടി ഇറങ്ങുമോ. പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ വീട്ടിൽ പോകാം, നേരെ പോവാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു ബസ് എടുക്കണം. പിന്നെ എൻ്റെ ഒരു കാറുണ്ട്, ഫോർച്യൂണറാണ്. അപ്പോൾ ഒരു ബസ് എടുക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്കെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പോവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, MC4 2 MC4 ഇവിടെ CCTV ഉണ്ട്. അതുകൊണ്ട് CCTV അല്ലല്ലോ, ക്യാമറ ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് പോയാൽ എന്തായാലും പറ്റി വരും. 200 മുണ്ടയ്ക്ക് സ്പീഡ് വെക്കില്ലെന്ന് മാത്രമേ ഇവിടെ ഇതുള്ളൂ. അത് നിന്ന് കുഴപ്പമില്ല. നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പ് വെച്ചാൽ ഗോവിന്ദയെന്ന് നമ്മൾ ട്രിപ്പ് എടുത്തിട്ട് നമുക്ക് ഒരു സ്ഥലപ്പേര് എനിക്കറിയത്തില്ല, അവിടെ കൊണ്ടാക്കണം. പിന്നെ നമുക്ക് നേരെ റൈറ്റിലോട്ട് പോകാം. നിങ്ങൾക്ക് അവിടെ വരെ ചെല്ലുമ്പോൾ ബോറടിക്കും, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവിടെ ചെന്നെടുക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ എടുത്തിട്ടുണ്ട്, ആളെ എടുത്തിട്ടുണ്ട്. നമ്മൾ വളയ്ക്കുകയാണ്. വളച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. എവിടെ നിന്ന് സ്ഥലം ഉണ്ടോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നാലും. പിന്നെ നേരെ ഇവിടെ പ്രത്യേകിച്ച് വളമാണ് കേട്ടോ. വളവും തിരിവും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ കാണാം, ഇപ്പം തന്നെ ഉണ്ട്. നമുക്ക് നേരെ ലെഫ്റ്റ് പോവാം, ഒരു റൈറ്റ് പോവാം, നേരെ പോവാം. ഇനി നമ്മുടെ വീഡിയോസ് ഇനി തൊട്ട് കണ്ടിന്യൂ വീഡിയോ ഇടുന്നതായിരിക്കും, എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് പോകും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അയ്യോ, ഇടിച്ചില്ല. ഇതൊക്കെ എവിടെ നോക്കിയാണോ വണ്ടിയുള്ളത്. ഇടിച്ചില്ല. എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ നേരെ പോകുന്നിടെ എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ വണ്ടിക്കകത്ത് ഫുള്ളി സീറ്റാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് നേരെ അടിച്ചു വിട്ട് പോകാം. ഇവിടെ പിന്നെ ഈ റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ കുറേ കട്ടറുകളൊക്കെ വേണം. കണ്ടോ, ഇപ്പോൾ തന്നെ വണ്ടി പോകുന്നതാണ്. ആ കട്ടറിൻ്റെ കൊണ്ട് കൂടെ പോകുന്നത് കണ്ടോ. എപ്പോഴും നമുക്ക് ഒരു വില വിളിച്ചല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. പിന്നെ പറയാനുള്ളത്, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും ഓരോ വീഡിയോസ് കാണുന്നത്, പക്ഷേ നമുക്ക് ഒരു ലാക്കാവുന്നില്ല, മനസ്സിലായോ. നേരെ വിടുകയാണ്. വണ്ടി പോകൊണ്ടിരിക്കുക. വീട്ടിൽ വണ്ടിയൊക്കെ വോക്കലൊക്കെ ഉണ്ട്. വോക്കലിടത്തില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ MVD, മെയിനായിട്ട് MVD. അതുകൊണ്ടാണ് നമ്മൾ വോക്കലിടാത്തത്. നമ്മളിങ്ങനെ
മൂക്കലിടാത്തത്. മൂക്കലിടാൻ ഈ വണ്ടിയെ ഇടിച്ച് എന്തോ മൂക്കലിടാത്തതെന്ന് വെച്ചാൽ ഇവിടെ MVD ചെക്കിങ് കൂടുതലാണ്. കൂടുതലെന്ന് വെച്ചാൽ നന്നായിട്ട് പോകും. അതുകൊണ്ട് മൂക്കലിനകത്ത് അല്ലെങ്കിൽ മൂക്കലൊക്കെ ഇട്ടാലും ഇപ്പം ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് പെശകാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് പെശകാണ്. പിന്നെ ഇവിടുത്തെ ഗുണ്ടകളും ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരെ കൊടുക്കണം. വീട്ടിൽ തന്നെ പറഞ്ഞില്ലേ എന്ത് പറയാനും. ഇവിടെ കട്ടറൊക്കെ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചടിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ലിപ്പൊക്കെ പോകും. വളവും തിരിവുമൊക്കെ സാധാരണമാണ്. ഇപ്പം എന്തായാലും നമ്മൾ നേരെ പോയിട്ട് കണ്ട ഇപ്പം തന്നെ ഉണ്ട് ഒരുത്തിനൊക്കെ കളിയിൽ ഇടിക്കുക, ഒന്നും നോക്കുന്നില്ല. അപ്പം നമ്മൾ നേരെ വെച്ചിടിക്കുകയാണ്. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഒരു നിർത്തുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഈ കൂടുതൽ ബോറടിപ്പിക്കാത്തതല്ല ഞങ്ങളുടെ ഇത് വരുന്നത്, മനസ്സിലായി? അപ്പോൾ എല്ലാവർക്കും ഒരു ഇത് പറയാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് പോട്ടെ, ഫോളോ ചെയ്യുക. നമ്മളതിനകത്ത് കൂടുതൽ ഇതൊന്നായിരിക്കും. വണ്ടിക്കുളം കുറേ നേരമായില്ലേ. ഓവർടേക്ക് ചെയ്ത് നിന്നപ്പോൾ ഒന്നാണ് ദിവസത്തിന് പറയുകയാണ്. അപ്പോൾ നേരെ പോകാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. തോന്നുന്നു. എന്നാലും ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത്താക്കി ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തുവാണ് മെയിനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ അപ്പോൾ എന്തായാലും നേരെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. സ്ഥലമൊക്കെ ഇപ്പോൾ എത്തും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. സ്ഥലം എൻ്റെ അകത്തോട്ട് പോകണം. നമുക്ക് നാളെ ഇറക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ സ്റ്റോപ്പ് വന്നിട്ട് ഇവിടെ കൊണ്ട് ആളെ ഇറക്കിയാൽ മതി. പിന്നെ ഇവിടെ വണ്ടി ഇട്ടോ അണ്ണൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് വണ്ടി എടുത്തോളാം പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഇറക്കാം. ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. കളവിയായി നല്ല അടിയും കിട്ടണ്ട. നമുക്ക് എന്തായാലും നേരെ വണ്ടി പോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും കുറേ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതായത് ബൈ.